ഹലോ നമസ്കാരം, രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ നമുക്ക് കഥ കേൾക്കാം. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എല്ലാവരോടും വന്നിട്ട് ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഇൻഫെക്ഷനായിട്ട് ഇപ്പം ശരിയായിട്ടില്ലെങ്കിലും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ കഥ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രുതി അങ്ങനെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ വീട്ടിലെ സ്ട്രിക്റ്റായിട്ടുള്ള ചന്ദ്ര അങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയുകയാണ്, നീ തന്നെ നിനക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കണം, അത് ഉപ്പിടാണ്ട് ഉണ്ടാക്കി കഴിക്കും വേണം, നിൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ അടുക്കളയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ രേവതി ചെയ്യാൻ നിൽക്കുമ്പോൾ പറയും, എങ്ങനെ രേവതി ചെയ്യുക, സച്ചി അറിയും, അപ്പോൾ അവനാന് കഴിക്കണ ഭക്ഷണം അവനാൻ തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് അറിയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ വർഷം വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ചിക്കൻ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഇന്നലത്തെ. അപ്പോൾ ഇന്നത്തേൽ അങ്ങനെ ചന്ദ്ര പറയുക, നീ അടുക്കളയിൽ ചെല്ലുക, എന്നിട്ട് പോയി പാചകം ചെയ്യാറ്. അങ്ങനെ ചന്ദ്രയും കൂടെ ചെല്ലുകയാണ്. അപ്പോൾ രേവതിക്കൊരു വിഷമം, അതുകൊണ്ട് രവി അറിയും, ഇന്ന് കിട്ടിയൊരു ചാൻസാണ്, മോള് മാറി നിൽക്കുക, അവർ ചെയ്യട്ടെ, ഇന്ന് മോള് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ചെന്നിട്ട് ചന്ദ്രയിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതിക്ക് ജോലികൾ, ഇതാ കിടക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ അത് മുഴുവൻ കഴുകി വെക്കണം എന്നറിയാം. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കും, ചെയ്യും മോളെ എന്നറിയും. അങ്ങനെ അത് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് കുറേ പച്ചക്കറി എടുത്ത് വെക്കുകയാണ്, ഇത് അരിഞ്ഞ് വെക്കണം, എന്നിട്ട് അതും എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ശ്രുതി അതും ചെയ്യണം, നിവർത്തിയില്ല, കാരണം അച്ഛനെ ഇറക്കണ്ടേ, ഇല്ലാത്ത അച്ഛനെ എങ്ങനെ ഇറക്കും, അത് അവൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ബാക്കി ഒരു മനുഷ്യനും അറിയില്ല. പിന്നെ നമ്മുടെ സച്ചിക്ക് കുറേ സംശയങ്ങളുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടുന്ന് അങ്ങനെ പിന്നെ എന്താ പറയുക, ഇങ്ങനെ ചെയ്യാണ്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ എന്താ പറയുക, വർഷമല്ല രേവതി കാണാൻ ഒരു പാത്രത്തിൽ കുറേ അരിപ്പൊടിയും തൂക്കി പിടിച്ച് നിൽക്കണം. അപ്പോൾ രവി അങ്ങോട്ട് വരികയാണ്. പറയും, എന്താ മോളെ ഇന്ന് കോലം ഇടുന്നില്ലേ, എന്താ മോളിതും പിടിച്ച് നിൽക്കണ പറയുമ്പോൾ, എന്നോട് കോലം ഇടണ്ടെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നുണ്ട്, അമ്മ ഇപ്പോൾ വരാറിട്ട് അങ്ങോട്ട് പോയെന്ന് പറയും. അപ്പോഴേക്കും സച്ചിയും വരും. സച്ചി വന്നിട്ട് പറയും, എനിക്ക് അർജൻറ്റ് ഒരു ഓട്ടമുണ്ട്, വേഗം പോകണമെന്ന് പറയും. അപ്പോൾ എടാ സച്ചി, നീ അവിടെ നിൽക്കുക, കോലം വിട്ട് കഴിയാണ്ട് പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് എന്നറിയാം. പറയും, അച്ഛാ എനിക്ക് അങ്ങനെ കാത്തു നിൽക്കാൻ നേരമില്ല, എനിക്ക് പോയേ പറ്റൂ പറയും. അപ്പോൾ പറയും, വരട്ടടാ, നീ എന്താ രേവതി കോലിടാത്ത നോക്കും. അപ്പോൾ എന്നോട് ഇടണ്ടെന്ന് അമ്മ പറഞ്ഞു, അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുക, ഇനിയിപ്പോൾ ഞാനിട്ട് അമ്മ എന്നെ വഴക്ക് പറയുന്നറിയാം. അങ്ങനെ ശ്രുതി ഉറങ്ങണോടത്തുനിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവരിക, കുളിച്ചിട്ടും കൂടിയില്ല, അങ്ങനെ വലിച്ച് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പറയും, ചന്ദ്ര നീ എന്താ ഈ കാണിക്കുന്നത്, രേവതി കോലിട്ട് അറിയും, രേവതി കോലിടുന്നു, രേവതി അവിടെ നിൽക്കട്ടെ, ഇന്ന് ശ്രുതിമോളാണ് കോലിടുന്നത് അറിയാം. പറയും, അമ്മേ അതിനാൻറ്റി എനിക്ക് കോലിടാനൊന്നും അറിയും, മോള് അറിയും, ഇവളുടെ കോലം കണ്ട് മതിയായി, ഇനി മോള് നന്നായിട്ട് കോലിടുക അറിയാം. അപ്പോൾ ശ്രുതിയുണ്ട് കൂടെ. അപ്പോൾ പറയും, അപ്പോൾ സച്ചി അറിയാം, അത് കോലാവില്ല, അലങ്കോലാവും എന്നറിയും. അപ്പോൾ പറയും, അവനങ്ങനെ പലതും പറയും, നീ ഇട് മോളെ കോലിടുക എന്നറിയാം. ഇവളറിയാം, എനിക്കറിയില്ല അമ്മേ.